കോഴിക്കോട് മടപ്പള്ളിയിൽ സീബ്ര ലൈനിൽ വിദ്യാർത്ഥികളെ ബസ്സിടിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഡ്രൈവർ അറസ്റ്റിൽ. കൊയിലാണ്ടി സ്വദേശി മുഹമ്മദ് ഹുറൈസ് ഗിലാബിനെയാണ് ചോമ്പാല പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ദൃശ്യങ്ങളിൽ വ്യക്തമാണ് മടപ്പള്ളി സീബ്ര ലൈനിൽ വെച്ചാണ് വിദ്യാർത്ഥികളെ ബസ്സിടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എപ്പോഴായിരുന്നു സംഭവം? എന്താണ് ഇതിന് പിന്നിൽ? കഴിഞ്ഞ ദിവസമാണ് ഈ മടപ്പള്ളി കോളേജിനടുത്ത് സീബ്ര ലൈനിൽ ദേശീയപാതയിൽ വെച്ച് സ്വകാര്യ ബസ് അവിടെ സീബ്ര ലൈനിൽ നിർത്താതെ അവിടെ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന 3 വിദ്യാർത്ഥികളെ ഇടിച്ച് പരിക്കേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ആ അപകടത്തിന് പിന്നാലെ ബസ് മുന്നോട്ട് നിർത്തി ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടിരുന്നു. അതെല്ലാം തന്നെ ബസ്സിനകത്തുള്ള CCTV ദൃശ്യങ്ങളിൽ പതിയുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഇത് വലിയ ചർച്ചയാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ സംഭവത്തിൽ കേസെടുക്കുകയും ചെയ്തിരുന്നു. അന്ന് ഒളിവിൽ പോയതാണ് ഈ കൊയിലാണ്ടി സ്വദേശിയായ ബസ് ഡ്രൈവർ മുഹമ്മദ് ഫുറൈസ് ഖിലാബ്. അങ്ങനെയാണ് ഫുറൈസ് ഒളിവിൽ കഴിയുന്നതിനിടെയാണ് ഇന്നിപ്പോൾ കൊയിലാണ്ടി ചോമ്പാല പോലീസ് ഈ ഫുറൈസ് ഖിലാബിനെ പിടികൂടിയത്. അതിനുശേഷം പ്രധാനമായും പോലീസിനെതിരെ ഉൾപ്പെടെ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. പോലീസ് ബസ് ഡ്രൈവർക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളെല്ലാം ഉയർന്നിരുന്നു. ഈ ബസ് ഡ്രൈവറെ അറസ്റ്റ് ചെയ്തിരുന്ന ആദ്യഘട്ടത്തിൽ ബസ് ഡ്രൈവറുടെ വിവരങ്ങളൊന്നും തന്നെ പോലീസ് കൃത്യമായി അറിയിച്ചിരുന്നില്ല എന്നൊരു ആക്ഷേപം കൂടി പോലീസിനെതിരെ ഉയരുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് പിന്നീട് അയാളെ അറസ്റ്റ് ചെയ്യുകയും 24 വയസ്സുകാരനായ മുഹമ്മദ് ഫുറൈസ് ഗിലാബിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. ഒപ്പം തന്നെ ഈ ഫുറൈസ് ഗിലാബിന്റെ ലൈസൻസ് റദ്ദ് ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പിന് റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്.